കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടുകൂടി കണ്ടൊരു വാർത്തയാണ് പെരുമ്പാവൂരിലെ ആൾക്കൂട്ട വിചാരണ. നോക്കൂ, ഉത്തരേന്ത്യയിലും മറ്റും നമ്മൾ കണ്ടൊരു വാർത്ത ഇതാ ഇവിടെ നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരിൽ നടന്നപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഞെട്ടൽ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും അവിടെ ഈ പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസുകാരെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചതായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ന് പുറത്തുവരുന്നത്. 4 കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ 6 പേർക്കും ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. സോഡ കമ്പനിയിൽ ജോലി തേടിയെത്തിയ യുവാക്കൾക്കാണ് കഴിഞ്ഞ ദിവസം ക്രൂരമായ മർദ്ദനമേറ്റത്. തിയോഫിൻ തയ്യാറായിട്ടുണ്ട്, തിയോഫിനിലേക്ക് തന്നെ പോകാം. തിയോഫിൻ, നോക്കൂ, ഈ ആൾക്കൂട്ട വിചാരണ, അതിനുശേഷം അവരെ ഈ പൊതുനിരത്തിൽ നിർത്തി തല മുട്ടയടിച്ച് ക്രൂരമായി മർദ്ദിക്കുക തുടങ്ങി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രതികൾ ഈ തൂഫാൻ വാരിയേഴ്സ് ആണ് എന്ന് മനസ്സിലാകുന്നു, കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് മനസ്സിലാകുന്നു. ആ വാർത്ത വന്നത് 2 ദിവസത്തിനുള്ളിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം ലഭിച്ച് അവർ സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നത്? പോലീസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും ഇട്ടുകൊണ്ട് FIR തയ്യാറാക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളല്ലേ ഉയർന്നു വരുന്നത്. സിന്ദൂരി, അതായത് ഈ സംഭവത്തിൽ പ്രതികളായ 6 പേരാണ് പ്രതികൾ. 6 പേർക്കും ജാമ്യം കിട്ടി. അതിൽ 4 പേർ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് എന്നതാണ് ഇതിനകത്ത് വലിയ വിരോധാഭാസം. അതുകൊണ്ട് തന്നെ പോലീസ് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ട വഴിയൊരുക്കിയെന്ന സംശയം കാര്യമായ രീതിയിൽ തന്നെയുണ്ട്. ഈ പരിക്കേറ്റവരും, അതായത് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റവരും അവരെ അറിയാവുന്നവരും ഒക്കെ ഇത്തരത്തിൽ ഒരു സംശയം പറയുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആൾക്കൂട്ട ആക്രമണം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള വലിയ ആക്രമണമാണ് പെരുമ്പാവൂരിൽ ഉണ്ടായത്. അതും ചില സമയങ്ങളിൽ ഉത്തരേന്ത്യയിൽ പെരുമ്പാവൂരിൽ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നേരത്തെ തന്നെ മയക്കുമരുന്ന് കയ്യിലുണ്ടോ എന്ന് സംശയിച്ചൊക്കെ, അല്ലെങ്കിൽ ചിലർ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇതര സംസ്ഥാനക്കാരായിരുന്നു. കാരണം ഇതര സംസ്ഥാനക്കാർ ധാരാളമായി അവിടെ പെരുമ്പാവൂരിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു. ഇവർ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ബാഗുകളിൽ പൊതിഞ്ഞ് കഞ്ചാവ് എത്തിച്ച്, ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെ എത്തിച്ച് പെരുമ്പാവൂരിൽ വിൽപ്പന നടത്തുന്നുവെന്ന് പോലീസിന് ഉൾപ്പെടെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിലും ചില ആളുകളെ പോലീസ് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില നാട്ടുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഇത് നാട്ടുകാരായ മലയാളികളെ തന്നെയാണ് ഒരു സംഘം തൂഫാൻ വാരിയേഴ്സ് എന്ന പേരിൽ അവർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുക മാത്രമല്ല, കാരണം ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഇവർ ബന്ധുക്കളെ അറിയാവുന്നവരെ ഒന്ന് വിളിക്കാനായിട്ട് ഫോൺ പോലും നൽകിയില്ല. ആ ഫോണൊക്കെ പിടിച്ചു വാങ്ങി ഇവരെ റോഡിൽ മുട്ടുകുത്തി നിർത്തിച്ച് തല മുണ്ടനം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണിത്. ഉത്തരേന്ത്യയിലാണ് സാധാരണ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പതിവുള്ളത്. അത് മലയാളികൾ തന്നെയാണ് ഇവരുടെ അക്രമത്തിൽ പരിക്കേറ്റവരും. മഞ്ഞപ്പെട്ടി നീറുകാണിക്കൽ സ്വദേശികളായ ഗോകുൽ, പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ആൽബി, മഞ്ഞപ്പെട്ടി സ്വദേശി തന്നെയായ കളപ്പോത്ത് വീട്ടിൽ അൽഫാസ് എന്നിവർക്കാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത്. വലിയ രീതിയിൽ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ആശുപത്രിയിൽ പിന്നീട് ചികിത്സ തേടിയിരുന്നു. ഇതിൽ 6ഓളം പേരാണ് അതിൽ 4 പേർ കോൺഗ്രസ് നേതാക്കളാണ്. ഈ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ഇന്നലെ ഈ 6 പേർക്കും ജാമ്യം കിട്ടി. അതിൽ 4 പേർ കോൺഗ്രസ് പ്രവർത്തകരാണെന്നുള്ളതാണ് അതിനകത്ത് ഈ പോലീസിന് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുമെന്ന സംശയത്തിന് വഴിയൊരുക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരമായ, അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ വളരെ പ്രതിഷേധം അറിയിക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്യുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇത്തരം സംഭവങ്ങളെ വളരെ അപലപിച്ച് തന്നെ സംസാരിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉൾപ്പെടെ, കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഒരു സംഭവം ഉണ്ടായത്. അത് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ഷെരീഫ്, മറ്റ് 3 പേർ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അത് സജിത്ത്, മാഹിൻകുട്ടി, PV ഷമീർ, ഇതല്ലാതെ 2 പേർ റഫീഖ്, K അൻവർ. ഇവർക്കെല്ലാം, അതായത് 6 പേരാണ്. അതിൽ പ്രധാന പ്രവർത്തകരിൽ 4 പേർ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. മറ്റ് 2 പേരും കോൺഗ്രസുമായി ബന്ധമുള്ളവർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 6 പേരും ഈ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയാണ്. ഇതിൽ 4 പേർ തൂഫാൻ വാരിയേഴ്സായി പ്രവർത്തിച്ചവരാണെന്നുള്ള, അല്ലെങ്കിൽ തൂഫാൻ വാരിയറായി ഇടപെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തി അവിടെ വലിയ ഈ തൂഫാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാരണം നമുക്കറിയാം, പെരുമ്പാവൂർ പലപ്പോഴും ഈ ലഹരിയുടെ വിൽപ്പന കേന്ദ്രമാണ്. റീറ്റെയിൽ, ഹോൾസെയിൽ വിൽപ്പന ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നും എത്തുന്ന പശ്ചിമബംഗാളിൽ നിന്ന് ഉൾപ്പെടെ പെരുമ്പാവൂരിൽ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവർ
ഇടയ്ക്ക് ലീവിന് നാട്ടിലേക്ക് മടങ്ങുന്നു. ഈ നാട്ടിലേക്ക് പോയി തിരിച്ചെന്ന് ഇടയ്ക്കിടെ പോയി വരുന്ന ആളുകൾ വേറെയുമുണ്ട്. തൊഴിലാളികളാണെന്ന് പറയുകയും അവർ വലിയ തോതിൽ വലിയ അളവിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഉള്ള നിരവധി പേരുണ്ട്. അപ്പോൾ ഒരുപാട് ജീവനക്കാർ, അതായത് ഒരുപാട് ജോലിക്കാർ, ഈ ഇതര സംസ്ഥാന ജീവനക്കാർ ഇവിടെ പോയി വരുന്നു. അവരുടെ നാട്ടിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ബാഗിനുള്ളിൽ തുണിക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച രീതിയിൽ കഞ്ചാവിൻ്റെ കെട്ടുകൾ ഭദ്രമായി പാക്ക് ചെയ്ത് എത്തിച്ചിട്ടുള്ള സംഭവങ്ങൾ പലതവണ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലാളികൾ ഉത്തരേന്ത്യയിൽ നിന്ന് കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ച് ഈ ഉത്തരേന്ത്യക്കാർക്കിടയിലും വിതരണം ചെയ്യുന്നുണ്ട്, അല്ലാതെയും മറ്റ് നെറ്റ്വർക്കുകൾ കണ്ടെത്തിയും വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൽ ചില മലയാളികൾ ഉൾപ്പെടുന്ന നെറ്റ്വർക്കുകളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസ് ഇത്തരക്കാരെ പിടികൂടിയിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരെ പിടികൂടിയിട്ടുണ്ട്. തീവണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ ഒട്ടനവധി പേർ പിടിയിലായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മലയാളികളായ അതും ഈ നാട്ടുകാർ തന്നെയായ മലയാളികൾ അവിടെ പെരുമ്പാവൂരിലൊരു സോഡ കമ്പനിയിൽ ജോലിക്കായി വന്നവരാണ്, ജോലി തേടി എത്തിയവരാണ്. ഇവരെയാണ് ഒരു സംഘം, തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം തടഞ്ഞു നിർത്തി അവരെ ചോദ്യം ചെയ്തു. അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി, അവരെ മർദ്ദിച്ചു. റോഡിൽ തന്നെ അവരെ മുട്ടിൽ നിർത്തിയിട്ട് തല മുണ്ടനം ചെയ്തു എന്നുള്ളതാണ്. അത്രയും ക്രൂരമായ പ്രവർത്തനം നടത്തി. അങ്ങനെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറിയ ആളുകൾക്കാണ് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു പോകാവുന്ന രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടി പുറത്തു പോകാവുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. പോലീസ് ഇവർ കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞതുപോലെ തന്നെ പോലീസ് ഇവർക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കുന്നു. കടുത്ത വകുപ്പുകളൊന്നും ചേർക്കാതെ ഈ അതിക്രമത്തിൽ തന്നെ ഇവർക്ക് കാര്യമായ ശിക്ഷ ലഭിക്കാത്ത രീതിയിൽ പുറത്തിറങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ ഈ 6 പേർക്കും ഇന്നലെ ജാമ്യം കിട്ടിയത്. 6 പേരും ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതുതന്നെ പോലീസിൻ്റെ വീഴ്ച അല്ലെങ്കിൽ മനഃപൂർവ്വം വീഴ്ച ഉണ്ടാക്കിയതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതിലൊരു പ്രതിഷേധം നിരവധി പേർക്കുണ്ട്, നാട്ടുകാർക്കുമുണ്ട്. രാഷ്ട്രീയമായ രീതിയിൽ ഇവർ അല്ലെങ്കിൽ രാഷ്ട്രീയമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുമോ എന്നറിയില്ല. എന്തായാലും ഈ തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്ന, അതായത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ച തൂഫാൻ എന്ന ലഹരി വിമുക്ത പരിപാടി, സ്വീപ്പിംഗ് ഡ്രഗ്സ്, അതിൽ പോരാളികളായി വരുന്ന ആളുകളാണ് തൂഫാൻ വാരിയേഴ്സ് എന്ന പേരിൽ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ യോഗത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് 4 പേർ. അവരാണ് ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അക്രമത്തിന് ഇരയായവർ ഒരു പക്ഷേ വൈകാതെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഈ അക്രമം നടത്തിയവരൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ അവർ തങ്ങളുടെ ഭാഗം ഒരുപക്ഷെ അറിയിക്കാനായി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സിന്ധൂരെ. ശരി തിയോഫിൻ, എന്തായാലും അവരുടെ പ്രതികരണത്തിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ തരത്തിലുള്ള ഒരു ആസൂത്രിത നീക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതികൾ കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഒരു കൃത്യമായ നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. അവർക്കൊരു സംരക്ഷണ കവചം ഒരുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് തന്നെ വേണം. ഈ 2 ദിവസം കൊണ്ട് ഇത്ര പിടിയുന്ന ജാമ്യം കിട്ടി അവർ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട പോലെ ഈ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ ആ കുട്ടികൾ, മീൻസ് ആ യുവാക്കൾ, അവരുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ മാനസികമായ ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഈ പ്രതികൾ ഇത്ര പിടിയുന്ന ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വരുമ്പോൾ തങ്ങളുടെ നീതി എവിടെയെന്നൊരു ചോദ്യം, ഒരു സ്വാഭാവികമായ ചോദ്യം അവരുടെ മനസ്സിലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓപ്പറേഷൻ തൂഫാൻ വളരെ നല്ല കാര്യമാണ്, നമുക്കതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല കാര്യമാണ്, നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ആ തൂഫാൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഇങ്ങനെ ഈ നടമാടുമ്പോൾ അതിന് സംരക്ഷണം ഒരുക്കുന്ന പോലീസ് ഒരു വലിയ തരത്തിലുള്ള വിപത്തായി മാറുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും തിയോഫിനാണ് വിശദമായ വിവരങ്ങൾ നമ്മളോട് ഈ വിഷയത്തിൽ പങ്കുവച്ചത്.